ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഈർക്കിൽ കൊണ്ട് വിസ്മയം തീർത്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ശ്രീ മോഹൻദാസ് എടയൂർ, ഞങ്ങളുടെ സ്വന്തം ദാസേട്ടൻ. ചന്ദ്രചൂഡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿರಾಗಧರ ಧರ ಸುಂದರತರ ಪಿರಾಗ ಧರ ഗംഗാധര ഗജ ചർമ്മ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ പ്രിയപ്പെട്ട ദാസേട്ടൻ എടയൂർ ശ്രീ ഋഷിപുത്തൂർ ശിവക്ഷേത്രത്തിന്റെ മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ന് ഈ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് അമ്പല കമ്മിറ്റിക്ക് മഹാദേവന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭാരവാഹികൾ തന്നെ സമർപ്പിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യ നിമിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഞാനിതിന്റെ വർക്ക് തുടങ്ങിയത് കഴിഞ്ഞ തുലാമാസം 20-ാം തീയതിയാണ്. കഴിഞ്ഞ അകർണാമത്തിൽ സമർപ്പിക്കണം എന്ന രീതിയിലാണ് ഇത് വർക്ക്. പക്ഷെ അന്നത്തേക്ക് അത് പൂർത്തിയായില്ല. പിന്നെ അത് മഹാശിവരാത്രി നാൾ തന്നെ അത് തീർത്തുള്ള രീതിയിൽ ദിവസം 2-3 മണിക്കൂർ ഇരുന്ന് അങ്ങനെ തീർക്കുന്നു. വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു. കാരണം ഞാനിത് ഏകദേശം ഒരു നിർമ്മാണം കാലഘട്ടത്തിൽ തന്നെ ഞാൻ ട്രസ്റ്റി ഗോപേട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗോപേട്ടന് അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗോപേട്ടൻ പറഞ്ഞ ക്ഷേത്രത്തിൽ വെക്കാനുള്ള ഒരു സൗകര്യം, അതിന്റെ ഒരു സൗകര്യം ഞാൻ ചെയ്തു തരാം, നല്ല രീതിയിൽ പണികഴിപ്പിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശിവരാത്രി നാളുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ ഗോപേട്ടൻ അത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് അറിയിക്കുകയും അവരതിന് ഭയങ്കര സന്തോഷപൂർവ്വമാണ് അവരറിയിക്കുന്നത്. കുറെ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോ ഈ മഹാശിവരാത്രി നാളിൽ ഇത് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതന്നെ ഏറ്റവും വലിയ സന്തോഷകരമായി. ഇപ്പോ കഴിഞ്ഞ റംസാൻ നാളിൽ ഞാൻ മൂന്നാക്കപ്പള്ളിയുടെ ശില്പം ഉണ്ടാക്കിയിട്ട് കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. അതിന് നല്ല നാടുകളിലും സമൂഹത്തിൽ നിന്ന് എനിക്ക് വളരെ നല്ലൊരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയാണ് കുടുംബത്തിന്റെ സപ്പോർട്ട്? കുടുംബത്തിന്റെ സപ്പോർട്ട് നല്ല പൂർണ്ണമായ സപ്പോർട്ടാണ്. അവരുടെ ഒരു പിന്തുണ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഈർക്കിളാണ്. ഇതിലൊരു 100-ലധികം ഈർക്കിൾ തന്നെ പോയി ഈ ഒരു ശില്പത്തിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 35ഓളം ശില്പങ്ങൾ പ്ലാന് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി അടുത്തൊരു വർക്ക് മനസ്സിൽ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്
മംഗലാകുന്ന അയ്യപ്പനാണ്. അതൊരു അത്യാവശ്യം നല്ല ഉയരത്തിൽ ഒരു 3-3.5 അടി ഉയരത്തിലുള്ള ഒരു മംഗലാകുന്ന അയ്യപ്പന്റെ ശില്പം ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അത് ഏകദേശം ഒക്കെ അങ്ങനെ തീരുമാനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ഈർക്കിൾ തന്നെയാണ് ചെയ്യുന്നത്. ഈർക്കിളാണ് എന്റെ ആയുധം. ഈർക്കിളാണ് മോഹൻദാസ് അതിന്റെ ഭക്തിയുടെ ഒരു പ്രകടനം കൂടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ ഈ ഈർക്കിൾ കൊണ്ട് ശിവക്ഷേത്ര സമുച്ചയം തീർത്തിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം പോലും വിട്ടുപോകാതെ മണിക്കിണർ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശില്പമാണ് ഏറ്റവും തീർത്തിട്ടുള്ളത്. അദ്ദേഹം പലതരത്തിലുള്ള ശില്പങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാക്കൽ പള്ളി, അതുപോലെ ഭഗവാൻ അയ്യപ്പൻ ഒക്കെ ശില്പങ്ങൾ തീർത്തിട്ടുണ്ട്. അതിന്റെ ഈ ശില്പ നിർമ്മാണ മേഖലയിൽ ഇനിയും ഒരുപാട് കാലം തിളങ്ങാൻ കഴിയട്ടെ. ഇനി ഒരുപാട് മഹത്തരമായിട്ട് ശിവക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാതൃകയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാന്. അത് വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം മാതൃകകൾ വലിയ ഇതേ രീതിയിലുള്ള ശില്പങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ സാധിക്കട്ടെ. നമ്മളെ എടയൂർ ശ്രീ ഋഷിപുത്തൂർ ശിവക്ഷേത്രത്തിന്റെ മാതൃക ഇപ്പോൾ ദാസേട്ടൻ ഉണ്ടാക്കി അമ്പല കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സന്ദർഭത്തിൽ അച്ഛന് പറയാനുള്ളത്? സന്ദർഭത്തില് വളരെയധികം സന്തോഷം പറയുന്നത്. കാരണം അവൻ ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു ഈശ്വരവിശ്വാസിയ കാട്ടിക്കൂട്ട് ചെറുപ്പം മുതൽ തന്നെയുണ്ട്. പിന്നെ വളർന്നു വലുതായി വന്നു. പിന്നെ ഉദ്ദേശമായൊന്നും സാധിക്കാത്തൊരു ഘട്ടമായിരുന്നു. അതിനെ അതിജീവിച്ചിട്ടാണ് അവപ്പോ ഇത് നടക്കണേ. അപ്പൊ ആ വിശ്വാസത്തിന്റെ മുറുക്കം കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ തോന്നുകയൊക്കെ ചെയ്യാം. അത് ഏത് സമുദായത്തിന്റെ ആയാലും പറ്റില്ല. അതിനോടൊക്കെ താല്പര്യം, അവരോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കും. പ്രത്യേകിച്ച് നമ്മളെ ഹിന്ദുക്കളെ എല്ലാ ക്ഷേത്രവും പോവുകയും ചെയ്യും. അതിനോട് അങ്ങേയറ്റം താല്പര്യം. അതിനെ വിമർശിക്കാനോ തടുക്കാനോ പറ്റില്ല. പക്ഷെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ ചിലപ്പം നമുക്ക് നാളെ ഗുരുവായൂർക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ നാളേക്കത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരെ ഈ പ്ലെയിൻ ശരിയാക്കിയിട്ട് പോരേ ചോദിക്കാം. അത് നല്ല തൃപ്തിയാണ്. അതൊക്കെ തടസ്സം ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു ആത്മവിശ്വാസമുള്ള ആളാണ് ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഒരു തരത്തിലുമില്ല. അങ്ങനെ ആരും തരത്തിലും കാര്യമില്ല അങ്ങനെ സ്വഭാവം. അപ്പൊ ഞാൻ അതിനെ വിട്ടുകൊടുത്തു. വേറെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലല്ലേ ഇപ്പൊ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുടുംബത്തോടൊക്കെ ഒരേ നിലയിൽ പെരുമാറും. അപ്പൊ ഈ നിലയിൽ എത്തിയല്ലോ. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു കഴിവ് അവർ കൊടുക്കട്ടെ. അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. നമസ്കാരം. വിശ്വടാ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തല്ലേ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ആക്ടോൺ തിയേറ്ററിന്റെ പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. കേരള ഗ്രാമീൺ ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ കൂടിയാണ്. അതിനേക്കാൾ ഉപരി നാട്ടുകാർക്ക് എല്ലാവർക്കും പരിചിതനായ ആൾ കൂടിയാണ് മോഹൻദാസ് ഏട്ടൻ. ദാസേട്ടാ, നമ്മൾ എടയൂർ ശ്രീ ഋഷിപുത്തൂർ ശിവക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിച്ചിപ്പോൾ അമ്പല കമ്മിറ്റിക്ക് കൈമാറി. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് മഹാശിവരാത്രി നാളിൽ ലോകമെങ്ങുമാകെ ഭക്താചരപൂർവ്വം നിൽക്കുന്ന ഈ സമയത്ത് ഋഷിപുത്തൂരപ്പൻ്റെ സന്നിധിയിൽ ഋഷിപുത്തൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ ഈ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ആഗ്രഹം തന്നെ ആയിരുന്നു ഇതെന്ന് പറയാം. പത്രങ്ങളിലും പിന്നെ ചാനലുകളിലും നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് ദാസേട്ടൻ്റെ. ഋഷിപുത്തൂർ ശിവക്ഷേത്രത്തിൻ്റെ മാതൃക നിർമ്മിച്ചതുപോലെ തന്നെ പലതരം പള്ളിയുടെയും അതുപോലെ തന്നെ മറ്റ് പല രൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇതിനു മുൻപ് നിർമ്മിച്ചതെന്നൊന്ന് കുറച്ച് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. അതായത് 2018 കൊറോണ തുടങ്ങിയ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വീട്ടിനുള്ളിൽ അടച്ചിരുന്ന ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കരകൗശല മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഈ ഈർക്കൾ കൊണ്ടും അതുപോലെ ഉണങ്ങിയ പൊടുണ്ണി കൊണ്ടൊക്കെ പല ശില്പങ്ങൾ, കപ്പലുകൾ, പിന്നെ ലോകകപ്പിൻ്റെ മാതൃക, അങ്ങനെ തുടങ്ങിയുള്ള പല ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. പിന്നെ നിലവിളക്ക് ചെയ്തു, ഈഫിൽ ടവർ ചെയ്തു, പിന്നെ ശബരിമല ശ്രീ അയ്യപ്പൻ, അനന്തശയനം, അങ്ങനെ തുടങ്ങി ഒരു 30ഓളം വരുന്ന ശില്പങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. 2019 ജനുവരി 1 മുതൽ 2020 ജനുവരി 31 വരെ 5 ദിവസം കൊണ്ട് 5 ശില്പങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. 2020 ജനുവരി 1 മുതൽ 2021 ജനുവരി 31 വരെ 5 ദിവസം കൊണ്ട് 5 ശില്പങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു.
അതിൽ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് മൂന്നാക്കൽ പള്ളിയും അതുപോലെ ഋഷിപുത്തൂർ ശിവക്ഷേത്രവും. പിന്നെ അനന്തശാനം ചെയ്തിട്ടുണ്ട്. പിന്നെ എം ടിയുടെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് MT വാസുദേവൻ അവർ സാർ മരിച്ച ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബ്രദേഴ്സ് ഹൈസ്കൂളിന് വേണ്ടിയിട്ട് ഒരു MT യുടെ നല്ലൊരു പിക്ചർ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തുടങ്ങി ഇപ്പോൾ വലിയ ഒരുപാട് പിന്നെ ശില്പങ്ങൾ നമ്മളെ മുന്നിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ശില്പങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അടുത്ത ആഗസ്റ്റ് 15-ന് ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിമാർ, ആദ്യത്തെ പ്രധാനമന്ത്രി തൊട്ട് ഇപ്പം ഉള്ള നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെയും പിന്നെ പിക്ചർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കർ, പിന്നെ മഹാത്മാഗാന്ധി, അങ്ങനെ തുടങ്ങിയ എല്ലാവരുടെയും ശില്പങ്ങൾ ചെയ്തിട്ട് ഇതുപോലെ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ കൊടുക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എടയൂർ അമ്പലത്തിൽ ഉത്സവത്തിന് പ്രധാനപ്പെട്ട പ്രശസ്തനായ ഒരു ആനയായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. ആ ആനയെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉത്സവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ശില്പം 3-3.5 അടി വരുന്ന നല്ലൊരു ശില്പം അധികം വൈകാതെ ചെയ്യണം. അത് ഏകദേശം ഒരു പണിപ്പുരയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ പൂർത്തിയാക്കണം എന്നുള്ളത് അങ്ങനെ അതാണിപ്പോൾ മുന്നിലുള്ള ഒരു വർക്ക്. പിന്നെ നമ്മൾ ഒരുപാട് വർക്കുകൾ വേറെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഈ BRC-കളിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വർക്കുകൾ, വർക്കിംഗ് മോഡലുകൾ. ഇപ്പൊ ശാസ്ത്രമേളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ഇപ്പോൾ അത് കുട്ടികളെ നിർമ്മിക്കുന്ന വീഡിയോസ് മാത്രം ചെയ്യുന്നില്ല. എന്നാലും ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടുന്നു പുറത്തുനിന്ന് ഓർഡറുകളായിട്ട് തന്നെ. ഏതൊരു കലാകാരൻ്റെയും പിന്നിൽ അവരവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് മുഴുവനായിട്ടുണ്ടാവും. ദാസേട്ടൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? 100%. കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊരു കാര്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല, ആ ഒരു സപ്പോർട്ടില്ലാതെ. കാരണം എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ പൂർണ്ണമായ സപ്പോർട്ട്. കാരണം ഇതൊരു ഈർക്കളാണല്ലോ, ഈർക്കളോണ്ട് ഇത് ചെയ്യുമ്പോൾ പിന്നെ ഈർക്കളൊക്കെ ഒന്ന് ക്ലിയറാക്കി തരേണ്ട അതുപോലെ ഒന്ന് ചെയ്യെടുക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ അതിനൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്കുണ്ട്. പിന്നെ അതിലുപരി ഒട്ടും പറയാതിരിക്കാൻ വയ്യാത്തൊരു വലിയ സംഭവമാണ്. കാരണം നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവി ഉൾപ്പെടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നത് വെച്ചാൽ ഞാൻ മോഹൻദാസ് ഉണ്ടാക്കിയ ശില്പം കണ്ടിരുന്നു, വളരെ മനോഹരമായിട്ടുണ്ട്, ഇനി അടുത്ത വർക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒരു സംഭവം, പുതിയ പ്രൊജക്റ്റ് നമ്മൾ മുന്നിൽ വരികയാണ്, ഇങ്ങനെ ചെയ്യണം എന്നുള്ള താല്പര്യം നമുക്ക് തോന്നുകയാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് വരും. ഇപ്പോഴൊന്നും അതുപോലെ തന്നെ മുന്നിൽ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയില്ല, നമ്മൾ ആക്ടോണിൻ്റെ ഒരു കൂട്ടായ്മ ചെറുതൊന്നുമല്ല. കാരണം വലിയൊരു കൂട്ടായ്മ, അതിൽ ഒരുപാട് കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാടകം, അതുപോലെ പിന്നെ കുട്ടികളുടെ കളികളും പാട്ടുകളും എല്ലാം നമ്മൾ നടത്തുമ്പോൾ, നാടക ക്യാമ്പുകളൊക്കെ നടത്തുമ്പോഴും അവിടെ ഇങ്ങനെ ഞാനുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, അതൊരു വലിയ നമ്മളെ മനസ്സിന് നൽകുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് ആ പ്രദർശനം എന്ന് പറഞ്ഞാൽ. കാരണം മറ്റുള്ളവർ ഒരുപാട് പേര് വരുന്നത് കാണുന്നു. അപ്പോൾ അതിനുള്ള അവസരം ഇപ്പോൾ നിങ്ങളെപ്പോലെ നമ്മളെ ആക്ടോൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ അവരുടെ ആ സഹകരണം കൊണ്ടാണ് നമുക്ക് കഴിയുന്നത്. ആ സുഹൃത്തുക്കളുടെ പൂർണ്ണ പിന്തുണ, കുടുംബത്തിൻ്റെയും നാട്ടുകാരൊക്കെ നല്ല പൂർണ്ണ പിന്തുണ എനിക്കുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നേറാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദാസേട്ട ഒരു മികച്ച നടനും കൂടിയാണ്. ആക്ടോൺ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ നാടകങ്ങളിലൊക്കെ തന്നെ മികച്ച നടനായി തന്നെ മുൻപോട്ട് നിൽക്കുന്നുണ്ട്. വിശ്വേട്ടാ, നമ്മളെ മോഹൻദാസേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചും അതുപോലെ തന്നെ മൂപ്പരെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന നിർമ്മാണത്തെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? മോഹൻദാസ് വളരെ ചെറുപ്പം മുതലേ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യനായിരുന്നു. ക്ഷേത്ര സംബന്ധമായിട്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ കുട്ടികളെ സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുക, അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ആ തരത്തിലൊരു അറിവുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ മുമ്പ് തന്നെ ഏർപ്പെട്ടിരുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. പിന്നീട് നമ്മളൊക്കെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളാ ബന്ധത്തിന് കൂടുതൽ ആഴം വന്നു. അതിനനുസരിച്ച് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ളൊരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പല ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഏതെല്ലാം എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, അതിൽ ഇനി എന്തെല്ലാം ചെയ്താലാണ് ഇനി അത് കൂടുതൽ മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി പുതിയ ശില്പങ്ങൾ, പുതിയ ഏത് തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു
സൃഷ്ടിയാണ് എഴുത്തോല എന്ന് പറയുന്നത്. പല കവികളുടെയും കവിതകളുടെ വരികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഗ്രന്ഥമാണ്, ഈർക്കൽ കൊണ്ടുണ്ടാക്കിയ ഗ്രന്ഥം. അതിൽ ദേശീയ ഗാനമുണ്ട്, വന്ദേമാതരമുണ്ട്, കവിത പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട്. അങ്ങനെ ഉൾപ്പെടുന്ന ഒരു എഴുത്തോല എന്നുള്ള ഗ്രന്ഥം. അതുപോലെ തന്നെ അനന്തശയനം, വളരെ മനോഹരമായ രീതിയിൽ അനന്തശയനം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ജാതി മത ഭേദമന്യേ ആരാധനയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ് മൂന്നാക്കൽ പള്ളി. മൂന്നാക്കൽ പള്ളിയുടെ മനോഹരമായിട്ടുള്ള രൂപം ഈർക്കൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരെയും പ്രശംസ പിടിച്ചു പറ്റിയുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഒട്ടേറെ മഹത് വ്യക്തികളുടെ ശില്പങ്ങൾ, അതുപോലെ ഒരുപാട് സംഗീത ഉപകരണങ്ങൾ, അങ്ങനെയൊക്കെ ഇടയ്ക്ക, വീണ, ഗിറ്റാറ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ അത് ഇനി വരുന്നത് അതിലേറെ മനോഹരമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ഒരിക്കലും തന്നെ നമുക്കത് അസ്ഥാനത്തായിട്ടില്ല. ഓരോ സൃഷ്ടിയും ഓരോ പുതിയ പുതിയ സൃഷ്ടികളും അത്ര മനോഹരമായ രീതിയിലാണ് വീണ്ടും വീണ്ടും അദ്ദേഹം കൊണ്ടുവരുന്നത്. ബാങ്കിലെ ജോലി, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ, പിന്നെ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആക്ട് ഓൺ തിയേറ്റർ എന്ന ഒരു വൻ നാടക സമിതിയുടെ ഒരു മെമ്പർ കൂടിയാണ്, അഭിനയം, അങ്ങനെ എല്ലാം കൂടി ഈ ആകെ നമുക്കുള്ളത് 24 മണിക്കൂറാണ്. അതിനേക്കാൾ ഉപരി എല്ലാ സൗഹൃദങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ദാസേട്ടൻ? പറഞ്ഞാൽ ആ ചോദ്യം എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇതിനൊക്കെ എപ്പോഴാണ് സമയം എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന ഘടകം. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ ജോലി അതിന് പറ്റിയ സമയം ക്രമീകരിക്കാൻ പറ്റിയൊരു ജോലിയാണ്. 10 മണി മുതൽ 4 മണി വരെയാണ് ബാങ്കിലെൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ആ സമയത്തിൻ്റെ മുമ്പേ എനിക്ക് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാത്തു നിൽക്കാനും എല്ലാവരും ഒരു അവസരം നമുക്ക് ലഭിക്കും. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കാണ് മിക്കവാറും ഒരു 6 മണിയോട് കൂടി എണീക്കുന്നു. ഒരു 9 മണി വരെയാണ് ഞാനിതിൻ്റെ പ്രവർത്തനിക്കുക. അതിൽ നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ കുറച്ച് എന്തായാലും 2 മണിക്കൂർ നമുക്ക് നമ്മളെ ഈ ഈർക്കലിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. പിന്നെ വൈകുന്നേരങ്ങൾ 4 മണിക്ക് ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഈർക്കലിൻ്റെ മേഖലയ്ക്ക് ഇറങ്ങും. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ മീറ്റിങ്ങുകൾ, എന്തെങ്കിലും രാഷ്ട്രീയ മീറ്റിംഗ് ആവും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആക്ടോൺ സംഘടനയുടെ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും. മീറ്റിംഗ് എന്നുള്ള ഒരു ആക്ടോനെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങളാണ്. നമ്മൾ പലരെയും കാണുകയും പ്രവർത്തിക്കുകയും അതിന് ഒരുപാട് സമയം വേണം. എന്നിരുന്നാലും നമ്മൾ രാഷ്ട്രീയമുണ്ട്, നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുമായ പ്രവർത്തനങ്ങളുണ്ട്, പൊതുപ്രവർത്തനങ്ങളുണ്ട്, ക്ലബ്ബുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളുടെ സാന്നിധ്യം എല്ലാവരും നമ്മൾ അറിയിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ ഭയങ്കര ടൈറ്റാവും എന്നിരുന്നാലും നമുക്ക് എല്ലാത്തിലും നമ്മളെ സമയം കണ്ടെത്താനും നമ്മളെ സഹപ്രവർത്തകരോടൊപ്പം കൂടുതൽ സമയം കണ്ടെത്താനും അതിലുപരി കുടുംബത്തോടൊപ്പം നമുക്ക് ഇരിക്കാനും സാധിക്കും. കാരണം വീട്ടിൽ ഭാര്യ, പിന്നെ 2 ആൺമക്കളാണ്, ഒരു പെൺകുട്ടിയാണ്. ഇവരുടെ കൂടെ ഇരിക്കാനും നമുക്ക് അതിനുള്ള സമയം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കാറുണ്ട്, അത് നടക്കാറുണ്ട്. പിന്നെ അച്ഛൻ, അമ്മായി ഇവരൊക്കെ വീട്ടിലുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത നല്ല എങ്ങനെയാണെങ്കിലും നല്ലൊരു സുഖസുന്ദരമായ ജീവിതമാണ് ഇപ്പോൾ എന്തായാലും മുന്നോട്ട് പോകട്ടെ. എടയൂരിൻ്റെ മുക്കിലും മൂലയിലും വരെ ദാസേട്ടൻ എത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഇനി നമുക്ക് ഒരാളെ കുറിച്ച് പറയാം. സുനീഷ് കുമാർ, അതായത് ഞങ്ങൾ മോൻചേട്ടൻ എന്ന് വിളിക്കുന്നത്, നമ്മളെല്ലാവരും സുഹൃത്താണ്. മുമ്പ് നല്ല വരയ്ക്കുന്ന ഒരാളാണ്. ഒരുപാട് ചിത്രങ്ങൾ ഇതിനോടൊപ്പം തന്നെ വരച്ചിട്ടുണ്ട്. മോൻചേട്ടാ, എന്താണ് നമ്മളെ മോഹൻദാസേട്ടൻ പിന്നെ മോൻചേട്ടൻ്റെ സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടാറുണ്ടോ, ചോദിക്കാറുണ്ടോ, സംശയങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ ചോദിക്കലുണ്ട്. എന്തെങ്കിലും ശില്പത്തെക്കുറിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും, ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായതാണ് മോഹൻദാസേട്ടൻ്റെ ഈ കലാവിരുദ്ധകൾ കൊണ്ട്. കൊറോണയാണ് സത്യത്തിൽ അതെ മോഹൻദാസേട്ടൻ്റെ കലാപ്രവർത്തനത്തിന് ഉണർത്തിയത് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 30-35ഓളം ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മളെ അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് ഇതിനേക്കാൾ നല്ല രീതിയിൽ പിന്നെ ഉയർന്ന് കാണാൻ സാധിക്കട്ടെ. അതെ. മോൻചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും ദാസേട്ടൻ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. 2018 നമ്മുടെ കൊറോണ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് നടുക്കിയിട്ടുള്ള ഒരു മഹാമാരി തന്നെയായിരുന്നു. ഒരു ദുരന്തം തന്നെ പറയാം. കാരണം ഒരുപാട് കുടുംബങ്ങൾ അനാഥമാവുകയും അതുപോലെ ഒരുപാട് വിലപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്.
ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അവസരം അന്ന് ഇത്തരം കലാപ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഒരു ജീവിതമാർഗത്തിലേക്കും അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ന് ഒരുപാട് വർക്കുകളൊക്കെ നമുക്ക് ഓർഡറുകൾ വരുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് പല ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പല വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആക്ടറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ളവരെല്ലാവരും ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് പേര് അതിലുണ്ട്. അവരുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഓരോ ശില്പം നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഇന്ന ശില്പം നിർമ്മിച്ചൂടെ, ഇന്ന രീതിയിൽ വർക്ക് ചെയ്തുകൂടെ, അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് നേട്ടമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇന്ന വർക്ക് ചെയ്ത് ഇന്ന രീതിയിൽ ഗുണം ചെയ്യുന്നുള്ളതും അതുപോലെ ആ വർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാനൊക്കെ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരും അതിന് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു നേട്ടം എനിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ആക്ടർ നമ്മൾ തുടങ്ങി വെച്ചത് തന്നെ നമ്മുടെ എടൂർ പഞ്ചായത്തിലുള്ള കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് നമ്മളിത് തുടങ്ങി വെച്ചത്. പക്ഷേ നമ്മുടെ കലാപരമായ രംഗം നമുക്ക് ഈ നാടകമാണ് ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നാടക പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം നമ്മളെ ഇതിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള 2-3 പേര് കുറുവ പഞ്ചായത്തിൽ നിന്നാണ്. അതായത് സുധി, പ്രതീഷ്, ഹരി എന്നൊക്കെ പറയും. ഇവരൊക്കെ നമുക്ക് നമ്മുടെ പിന്നെ മറ്റ് പഞ്ചായത്തിൽ നിന്ന് കുറുവ പഞ്ചായത്തിൽ നിന്ന് വരുന്നു, അതുപോലെ കൊപ്പത്തു നിന്ന് അഭിനയം വരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയപ്പോഴാണ് ആക്ടോൺ ശരിക്കും ആക്ടോണായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ നല്ലൊരു ഒത്തുചേരലിൻ്റെ ഭാഗം. കാരണം പലർക്കും പല ആശയങ്ങൾ വരുന്നു. ആ ആശയങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന പല മേഖലകളിലുള്ള ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്കിത് ഉരുത്തിരിഞ്ഞ് നമ്മുടെ ആക്ടർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നമ്മൾ കാരണവന്മാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന മണിയേട്ടൻ. മണിയേട്ടൻ വന്ന് ഈ ഫോട്ടോ കണ്ടേക്ക് തന്നെ ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, മോണ്ടസ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു നാട് നമുക്ക് നൽകുന്ന ഒരു ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു ആദരവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കലാപരമായിട്ടുള്ള ഇതുപോലെ എല്ലാ കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവരെയും നമ്മുടെ നാട്ടിലുള്ളവർ ചേർത്ത് പിടിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കാരണം ഇന്ന് ജീവിക്കാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടവരും മറ്റും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലും കലകളും സ്നേഹം, നമ്മുടെ സമൂഹത്തിലുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹം സത്യം പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ മണിയേട്ടനൊക്കെ നമ്മളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നുള്ളത് മണിയേട്ടനെ അറിയില്ല. പക്ഷേ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹവും ആദരവും അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കൊക്കെ അറിയപ്പെടുന്നത്, അനുഭവിക്കുന്നത്. ഇനിയും ഒരുപാട് സൃഷ്ടികൾ നിർമ്മിക്കാൻ ദാസേട്ടന് കഴിയട്ടെ, അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. VR മീഡിയാസിനൊപ്പം സുധീഷ് പാങ്, പ്രതീഷ് പ്രസന്ന. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണയ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. സുന്ദരധര വിരാഗധര ധര സുന്ദരധര വിരാഗ ധര ധര ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ.